മക്കള് മാസത്തിൽ ഒരിക്കലെങ്ങാ മോൻ ഓളയും കൂട്ടി പുറത്തു പോയിട്ട് ഒരു 5 മിനിറ്റ് നേരം വൈകിയ ഉമ്മ നേരെ പെങ്ങളെ വിളിച്ചറിഞ്ഞു കൊടുക്കും, ഓളെ സാരിത്തുപ്പിലാ പോന്. ഇതൊന്നാം തടിയാ. വെറുതെ കുടുംബത്തിലേക്ക് കയറി ചെന്ന് മക്കളങ്ങോട്ട് ഇടങ്ങേറാക്കുക, ഇല്ലാത്ത നുണകൾ കുത്തിപ്പറഞ്ഞിട്ട് പെങ്ങന്മാരെ വിളിച്ചിരുത്തുക. അതുകൊണ്ടൊക്കെയാ നാത്തൂമാർക്ക് ആങ്ങളുടെ ഓളെ കണ്ടുകൂടാ, ആങ്ങളുടെ ഒക്കെ നാത്തൂനെ കണ്ണെടുത്താ കണ്ടുകൂടാ. എല്ലാം അങ്ങനെയല്ലോ, എല്ലാ കുടുംബത്തിലും അങ്ങനെയാ നിങ്ങൾ ചിന്തിക്കണ്ട. ഒരുപാട് കുടുംബങ്ങളിൽ അവിടെ മക്കൾക്കുള്ള ചില സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മൾ അവരെ കൈപിടിച്ചെടുക്കണം എന്നാണ്. അവർക്കും സ്വന്തമായ കുറെ ആഗ്രഹങ്ങൾ ഉണ്ടാവും, സ്വപ്നങ്ങൾ ഉണ്ടാവും. അവർക്കും സ്വന്തമായിട്ട് യാത്ര ചെയ്യുമ്പോൾ കിട്ടേണ്ട ചില അനുഭൂതികൾ ഉണ്ടാകും. ഒരുമിച്ച് തമാശയിലും സന്തോഷത്തിലും അവർ കളിക്കൂട്ടുകാരെ പോലെ കഴിയേണ്ടി വരും. ആ സമയത്തൊക്കെ ഒരു പിടിച്ച പിടിയാലെ കുട്ടിക്കളിയാന്ന് പറഞ്ഞ് നടക്കുകയല്ല വേണ്ടത്. ഓൻ കൊണ്ടുവരുന്നതിന്റെ ഒരു ഓതി ഞമ്മക്കൂടി കിട്ടുകയാണെങ്കിൽ അൽഹംദുലില്ലാ, അത് സന്തോഷത്തോടു കൂടി വാങ്ങിയിട്ട് മക്കളെ മുൻപിൽ വെച്ചിട്ടൊന്ന് വായിലിടുക എന്നൊക്കെ ഉള്ളത്, ഒന്ന് തിന്നാന്നൊക്കെ ഉള്ളത്. ചിലപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഓനോട് പറഞ്ഞിട്ടുണ്ടാവും, നിങ്ങൾ കടലക്കുട്ടായി ഉണ്ടോരണം, പുളിയച്ചാറും ഉണ്ടോരണം എന്നൊക്കെ. അതൊന്നും തിന്നാത്തൊരു മനുഷ്യന്മാർ കൂട്ടത്തിലില്ല. തിരിച്ചു ഓൻ കൊണ്ടുവരും ഓളെ മുൻപിൽ ഉമ്മാന്റെ മുൻപിൽ വെച്ച് കൊടുക്കാം, ഓന് പേടിയാന്താ അമ്മ വേറെന്തോ വിചാരിക്കുമെന്ന്. അങ്ങനെ നിങ്ങളെ പറ്റി വിചാരിക്കുന്നുണ്ടെങ്കിലേ അവനാന്റെ സ്വഭാവമൊക്കെ ഒന്ന് മാറ്റണം. നിങ്ങൾക്ക് എന്നോട് ദേഷ്യമൊന്നും തോന്നരുത്. അവിടെ നമ്മൾ നല്ല സ്നേഹമുള്ളവരാവണം, പരിഗണിക്കുന്നവരാകണം. മക്കൾക്ക് അത് കൊടുക്കുമ്പോൾ, ഭാര്യക്ക് അത് കൊടുക്കുമ്പോൾ, ഭാര്യ അതിൽ ഒന്ന് നീട്ടുമ്പോൾ ഞാൻ എൻ്റെ കുട്ടിക്കളി ഒന്നല്ല എനിക്ക് വയ്ക്കാനായി എന്ന് പറയലല്ല, ആ ഒന്നും ഇങ്ങോട്ട് വാങ്ങി. ഇതൊക്കെയാ മനുഷ്യരെ കുടുംബം, ഇതൊക്കെയാ ഒരു കുടുംബത്തിന്റെ കാവല്. അങ്ങനെ ഒരു ഉമ്മയൊക്കെ മരിക്കുമ്പോണ്ടല്ലോ മോളാവണമെന്നില്ല, മരുവോള് നെഞ്ചു പൊട്ടിക്കരയും.